നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് നൽകിയ അഭിമുഖം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ജെയ്സണിനെ കുറിച്ചും വിജയെക്കുറിച്ചും ഇതുവരെ ഉണ്ടായിരുന്ന പല ധാരണകളും ഇല്ലാതാക്കുന്നതാണ് ഈ അഭിമുഖം. സിഗ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് വരാൻ ഒരുങ്ങുകയാണിപ്പോൾ താരപുത്രൻ. അച്ഛനുമായി ജെയ്സൺ അകൽച്ചയിലാണെന്നാണ് കുറെ നാളുകളായി അഭ്യൂഹമുണ്ട്. വിജയും ഭാര്യ സംഗീതയും വിവാഹമോചനത്തിന്റെ വക്കിലാണ്. സംഗീതയാണ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ വിഷമം മനസ്സിലാക്കിയ ജെയ്സൺ സഞ്ജയ് അച്ഛനെ വെറുക്കുന്നുവെന്നും അച്ഛനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലും ജെയ്സൺ പങ്കെടുത്തിരുന്നില്ല. ഇതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. അമ്മയ്ക്കുണ്ടായ അപമാനം മനസ്സിലാക്കി അച്ഛനെ തള്ളിപ്പറഞ്ഞ മകനെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പലരും ജെയ്സൺ സഞ്ജയെ പ്രശംസിച്ചു. എന്നാൽ പുതിയ അഭിമുഖത്തോടെ പുറത്തുവന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് വ്യക്തമായി. അച്ഛനെക്കുറിച്ച് സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് ജെയ്സൺ സഞ്ജയ് സംസാരിക്കുന്നത്. അച്ഛൻ തമിഴ് സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായിരുന്നു. ഇന്ന് അദ്ദേഹം അഭിനയം നിർത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുന്നു. ആ ഉത്തരവാദിത്വം തനിക്കും അനിയത്തിക്കും ഉണ്ട് എന്നും എന്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും കരുതലോടെയാണ് ചെയ്യുന്നത് എന്നും ജെയ്സൺ സഞ്ജയ് പറഞ്ഞിരുന്നു. ജെയ്സൺ സഞ്ജയ് ഇപ്പോൾ പ്രേക്ഷകർക്ക് പരിചിതമാണ്. എന്നാൽ വിജയുടെ മകൾ ദിവ്യ സാഷ സോഷ്യൽ മീഡിയയിൽ ഒന്നും അധികം സജീവമല്ല. വിജയുടെ തെരി എന്ന ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ ദിവ്യയും അഭിനയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പൂർണ്ണമായും പഠനത്തിലേക്ക് ശ്രദ്ധിച്ച ദിവ്യ ഇപ്പോൾ അമ്മയ്ക്കൊപ്പം ലണ്ടനിലാണ്. തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കവേ ജെയ്സൺ സഞ്ജയ് സഹോദരിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തനിക്കുള്ള ഏറ്റവും മികച്ച സപ്പോർട്ടാണ് അനിയത്തി ദിവ്യ സാഷ എന്നാണ് ജെയ്സൺ സഞ്ജയ് പറയുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ദിവ്യയോടാണെന്നും എന്തും പെട്ടെന്ന് വിശകലനം ചെയ്ത് ഡ്രാമയില്ലാതെ ദിവ്യ പറയും. ആ അഭിപ്രായം എനിക്ക് വിലപ്പെട്ടതാണെന്നും ജെയ്സൺ പറഞ്ഞിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ എന്നും തല്ലും വഴക്കുമായിരുന്നു. എല്ലാ സഹോദരങ്ങളെയും പോലെ തന്നെ. പക്ഷേ എപ്പോൾ ഞങ്ങൾ പഠനത്തിനൊക്കെ വേണ്ടി വേർപിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ അവളെ വല്ലാതെ മിസ് ചെയ്യും. ലണ്ടനിൽ പഠിക്കുകയാണിപ്പോൾ ദിവ്യ. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും. അവൾ എനിക്കെല്ലാമാണ്. ചെറുതിൽ വഴക്കുകൾക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയായിരിക്കും. ഏറ്റവും നന്നായി പഠിക്കുന്നത് ദിവ്യയാണ്. ദിവ്യയുടെ ഏറ്റവും മികച്ച ക്വാളിറ്റി അവൾക്ക് അവളുടെ ചിന്തകളെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ട് എന്നതാണ്. അവൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കും. മറ്റൊരാൾക്കും അത് മെസ്സപ്പ് ആക്കാൻ കഴിയില്ല. അതിന് അവൾക്കൊരു ബൗണ്ടറി ഉണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല എന്നതിനപ്പുറം അവൾക്ക് അവളിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണത്. മറ്റുള്ളവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും ദിവ്യയ്ക്ക് സാധിക്കും. ഏറ്റവും നല്ല ക്വാളിറ്റിയാണതെന്ന് ജെയ്സൺ സഞ്ജയ് പറഞ്ഞിരുന്നു. അതേസമയം തന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു രസകരമായ സംഭവം ജെയ്സൺ സഞ്ജയ് പങ്കുവച്ചിരുന്നു. വീട്ടുകാരറിയിക്കാതെ രാത്രി കാറോടിച്ചു പോയതിനെ തുടർന്ന് കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് താരം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. വീട്ടിൽ അമ്മ സംഗീത ഒരു സ്പൈ പോലെയാണെന്നാണ് ജെയ്സൺ തമാശയോടെ പറയുന്നത്. അമ്മ വീട്ടിലെ ഒരു അപ്രഖ്യാപിത ഡിറ്റക്റ്റീവാണ്. ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു മാറി നിൽക്കാൻ ശ്രമിച്ചാൽ അമ്മ അപ്പോൾ തന്നെ പിടികൂടുമെന്നും സഞ്ജയ് പറഞ്ഞു. ഒരിക്കൽ വീട്ടിൽ എല്ലാവരും ഉറങ്ങിയ സമയം നോക്കി ഞാൻ ആരോടും പറയാതെ രാത്രി കാറെടുത്ത് പുറത്തുപോയി. രാവിലെയാണ് തിരികെ എത്തിയത്. ആ സമയത്ത് എന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം ജെയ്സണിന് മനസ്സിലാക്കുന്നത്. രാത്രി മുഴുവൻ കാണാതായതോടെ വീട്ടുകാർ വല്ലാതെ ഭയന്നിരുന്നു. പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. തുടർന്ന് വലിയൊരു സീൻ തന്നെ വീട്ടിലുണ്ടായി എന്നും താരം കൂട്ടിച്ചേർത്തു. കുടുംബത്തിലെ തമാശകൾക്കപ്പുറം തന്റെ സഹോദരി ദിവ്യ സാക്ഷയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു. കുടുംബത്തിൽ തനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് സഹോദരിയോടാണെന്നും ദിവസവും സംസാരിക്കാറുണ്ടെന്നും സഞ്ജയ് പറഞ്ഞു. താൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ സിഗ്മയുടെ കഥ ആദ്യം കേൾപ്പിച്ചത് സഹോദരിയായിരുന്നു. തിരക്കഥയിൽ സഹോദരി നൽകിയ സത്യസന്ധമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് സിനിമയുടെ തിരക്കഥ പൂർണ്ണ രൂപത്തിലാക്കാൻ സഹായിച്ചതെന്നും ജെയ്സൺ വെളിപ്പെടുത്തി. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് സന്ദീപ് കിഷൻ നായകനാകുന്ന ചിത്രമാണ് സിഗ്മ. അച്ഛനെക്കുറിച്ച് സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് ജെയ്സൺ സഞ്ജയ് സംസാരിക്കുന്നത്. ഹോളിവുഡ് ആക്ഷൻ സ്റ്റാർ ജെയ്സൺ സ്റ്റാഥത്തിനൊപ്പം തമിഴ് സിനിമയിൽ നിന്നും ഒരാളെ കാസ്റ്റ് ചെയ്യുമെങ്കിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛന്റെ പേരാണ് ജെയ്സൺ സഞ്ജയ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ സംഭവിച്ചാൽ അച്ഛന്റെ പേരാണ് ആദ്യം മനസ്സിൽ വരികയെന്നും ജെയ്സൺ പറഞ്ഞു. താൻ സിനിമാ രംഗത്തേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അച്ഛനും അമ്മയും തന്നെ പിന്തുണച്ചുവെന്നും താരപുത്രൻ പറഞ്ഞിരുന്നു. എന്നാൽ അച്ഛന്റെ പേര് തന്നെ പേരിൽ നിന്ന് മാറ്റി. അച്ഛനെ കാണാൻ പോലും ജെയ്സൺ സഞ്ജയ് കൂട്ടാക്കുന്നില്ല. അച്ഛനുമായി മകന് യാതൊരു തര ബന്ധവുമില്ല എന്നൊക്കെയാണ് വിജയ് വിരോധികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. സംഗീത വിജയ്ക്കെതിരെ
വിവാഹമോചന ഹർജി നൽകിയ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതും വിജയ് ജയിച്ചതും മുഖ്യമന്ത്രിയായതും എല്ലാം. എന്നാൽ വിജയ് ഇലക്ഷന് ജയിച്ചപ്പോഴോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴോ മക്കളും വിജയെ കാണാൻ വന്നിരുന്നില്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റികളും വിജയെ ചെന്ന് കാണുകയും ഫോട്ടോകൾ എടുക്കുകയും ഒക്കെ ചെയ്തപ്പോഴും കുടുംബചിത്രങ്ങൾ മിസ്സായിരുന്നു. സ്വന്തം കുടുംബത്തെ നോക്കാൻ അറിയാത്ത ആൾ എങ്ങനെ ഒരു നാടിനെ നോക്കും എന്നായിരുന്നു വിമർശനങ്ങളെ ഏറെയും. എന്നാൽ ജേസൺ സഞ്ജയുടെ അഭിമുഖം പുറത്തു വന്നതോടെ ഞങ്ങളുടെ ദളപതിക്ക് വീടും നോക്കാൻ അറിയാം, നാടും നോക്കാൻ അറിയാം എന്ന് ആരാധകരും കക്ഷിക്കാരും പറഞ്ഞിരുന്നു. സംവിധായകനായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാനിരിക്കുന്ന ജേസൺ സിഗ്മ എന്ന തന്റെ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെ നൽകിയ അഭിമുഖത്തിൽ ചെറുപ്പത്തിൽ ചെയ്ത കുരുത്തക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. പരീക്ഷയ്ക്ക് പോകാതിരിക്കാൻ പാരന്റ്സിന്റെ പേരിൽ ടീച്ചേഴ്സിനെ വിളിച്ച് പറ്റിച്ചതടക്കം ജേസൺ തുറന്നു പറഞ്ഞിരുന്നു. പേരിനെ കുറിച്ച് പറയവെയാണ് ജേസൺ സ്റ്റാഥം എന്ന ഹോളിവുഡ് നടനെ കുറിച്ച് പറയുന്നത്. അമ്മയുമായി പിരിയുന്നു എന്ന കാരണം കൊണ്ട് അച്ഛനെ വെറുക്കുന്ന ഒരു മകന് ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല. അതേ അഭിമുഖത്തിൽ അച്ഛന്റെ തോളിലിരുന്ന ആദ്യമായി IPL മാച്ച് കണ്ട ഓർമ്മയും ജേസൺ സഞ്ജയ് പങ്കുവച്ചിരുന്നു. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അപ്പ. അതിന് എന്നെയും കൂട്ടിയിട്ട് പോയിരുന്നു. അന്നു മുതലേ ക്രിക്കറ്റിനോടും തനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നും ജേസൺ പറഞ്ഞു. എന്നാൽ ഇതിനിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിജയുടെ മകൻ ജേസൺ സഞ്ജയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. നേരത്തെ സംഗീതയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ ജേസൺ സഞ്ജയ് വിജയ് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും വലിയ വാർത്തയായി മാറിയിരുന്നു. നിലവിൽ വിജയ് സേതുപതിയെ അടക്കം 36 പേരെയാണ് ജേസൺ സഞ്ജയ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. കൂടാതെ പേരിന്റെ ഇനിഷ്യൽ ജേസൺ സഞ്ജയ് മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും തമിഴകത്ത് വലിയ ചർച്ചയായി മാറി. ഇതുവരെ ജേസൺ സഞ്ജയ് വി എന്നും ഉപയോഗിച്ചിരുന്ന വിജയുടെ മകൻ ഇനി മുതൽ അമ്മയുടെ പേരിന്റെ ആദ്യാക്ഷരമായ S ആയിരിക്കും ഉപയോഗിക്കുക എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചതും നേരത്തെ നടന്ന സംഭവങ്ങളുമെല്ലാം താൻ അമ്മയുടെ കൂടെ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നായിരുന്നു ആരാധകരുടെ പക്ഷം. സത്യപ്രതിജ്ഞയ്ക്ക് തൃശ എത്തിയതിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നുണ്ട്. ആരില്ല എങ്കിലും സംഗീതയ്ക്ക് കൂട്ടായി സഞ്ജയ് നിലകൊള്ളുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നത്. അതേസമയം ഇപ്പോൾ സഞ്ജയ് എടുത്തിരിക്കുന്ന നിലപാട് തന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും വിജയുടെ ഫാൻ പവർ അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്റെ പുതിയ സിനിമ റിലീസിനൊരുങ്ങുമ്പോൾ വിജയ് ആരാധകരെ കയ്യിലെടുത്താൽ അത് തന്റെ സിനിമയ്ക്കും ഗുണം ചെയ്യുമെന്ന് താരപുത്രന് അറിയാം. അതാകും ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്കും കാരണമെന്നാണ് ഊഹാപോഹങ്ങൾ ഉയരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.